السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم تسليما ما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه خيركم من تعلم القرآن وعلمه. صدق رسول الله صلى الله عليه وسلم. ഓതാൻ തുണിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക്, കിബിലാക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നത, ചാറാതെ നേരെ ഇരുന്നു താൻ ഓതേണ്ടത്, മുസാഫ് ഉയർത്തി തന്നെ വെച്ചോതേണ്ടത്, അത് മടിയിലായാൽ തന്നെയും മതിയായതാണ്, ഈ വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ഓതേണ്ടത്, അത് പള്ളിയാൽ ഏറ്റവും ഫലമുള്ളതാ, ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടത്, ആവശ്യമെങ്കിൽ ദോഷ്യമില്ലെന്നുള്ളതാ. വാലം സയ്യിദനാ മൗലാനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാൻ അത് പരിശുദ്ധ ഖുർആൻ്റെ വാർഷികോത്സവം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ തിങ്കൾ. അതുകൊണ്ട് റമളാൻ വലിയ ഷറഫും വലിയ ബഹുമാനം. അതുകൊണ്ട് ഖുർആൻ വാർഷികോത്സവം. അതുകൊണ്ട് ഖുർആൻ കൈയുടെ പരമാവധി കനിഷ്ഠ ഒരു ഹത്തെങ്കിലും തീർക്കണം. കനിഷ്ഠ എത്ര തീർന്ന് എത്ര നല്ല ഓതുകായമോ തൗഫീഖില്ലാത്ത കൊണ്ടാക്കാവല്ല. അള്ളാഹു മുത്തബദരികൾ കൊണ്ട് അഹ്ലുബദർ ഫളായിൽ കൊണ്ട് അള്ള പുറത്തപ്പെട്ട എല്ലാ മഹാന്മാരും മഹദിന്മാരും ബറക്കത്തുണ്ട്. ഖാസ അല്ലായിമത്തുൽ അർബ അങ്ങനെ ഹഖജാഹ് ബറക്കത്തുണ്ട്. ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതോ നീ ഭാഗ്യമുണ്ടാക്കുക അല്ലാഹ്, നിൻ്റെ മഹലായ ഫضل കൊണ്ട് അല്ലാഹ്. അപ്പോൾ ഖുർആൻ ഓതിറങ്ങൂ. അത് ഇഖ്റഉൽ ഖുർആന ഫഇന്നു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. ഖുർആൻ നിങ്ങൾ ഓതുറൂ. അത് ഓതിറങ്ങുന്ന ആഖിറത്തിൽ അത് ശുപാർശ ചെയ്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിച്ചിട്ട് പഠിപ്പാട്ടങ്ങ നിങ്ങളിൽ ഏറ്റവും ഹൈറായങ്ങ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അങ്ങ എന്ത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഓതുന്നത് റൂಢിയാക്കൂ. അത് കണ്ടിട്ട് അത് ഭൂമിയിൽ നിങ്ങളത് ബെൽക്കറായിട്ട് ബെൽച്ചായിട്ട് എന്ന് അള്ളാഹു റസൂൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതിറങ്ങുന്ന അവൾ ഖുർആൻ ഓതുമ്പോൾ എല്ലാ ടൈമിലും സുന്നത്തുണ്ടെങ്കിലും സുബൈയിൽ പിന്നെ മഗ്‌രിബ് ഇടയിൽ ഓതൽ, പാതിരാജാവിൽ പിന്നെ ഓതൽ ബലമായ സുന്നത്ത്. ഖുർആൻ ഓതിറങ്ങൂ ധാരാളം ഫളായിലുണ്ട്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിൽ എഞ്ചപ്പോൾ എത്ര ചെറിയ സ്വരത്തിൽ സമ ആ സ്വരത്ത് ഒരു 2 വട്ടം ഓതിയിട്ട് ഖുർആൻ ഖത ഓതിയ കൂലി കിട്ടല്ലേ. അല്ല ഖുൽ ഹുവല്ലാഹ് 3 വട്ടം ഓതിയിട്ട് ഖത ഓതിയ കൂലി. അല്ല സൂറത്തുൽ കാഫിർ 4 വട്ടം ഓതി ഒരു ഖത ഓതിയ കൂലി. അങ്ങനത്തെ സ്വരത്തെങ്കിലും കനിഷ്ഠ ഓത റൂഢിയാക്കണം. ചെമ്മതിരാട്ടി പോയി ആരെ ഓതൽ നല്ലോ. ഖുർആൻ ഓതങ്ങളെ ഇപ്പം സ്വർഗ കാത്തുണ്ടുണ്ട്. അത് അള്ളാഹു റസൂൽ ചെയ്യുന്ന സ്വർഗ നല്ല കൽബ്. ഖുർആൻ അള്ളാഹുടെ കലാമ് എന്നുള്ള ബഹുമാനത്തോട് ഓതിറങ്ങുക, അള്ളാഹുടെ അഹ്ലുകാർ എന്നുള്ള ബോധത്തോടുകൂടി ഓതുന്ന മനുഷ്യന്മാരെ ഖുർആൻ പരിശുദ്ധ സ്വർഗ അങ്ങനെ കാത്തുണ്ടുണ്ട് എന്ന് നബി ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതിറങ്ങാവണം. ഓതിത്തെങ്കിൽ ഓരോരോ അക്ഷരത്തേക്ക് എത്ര ബാക്കി 4-10 കൂലിയെത്തെങ്കിൽ ഖുർആൻ പിന്നെ റമളാനിൽ കണക്കില്ലാത്ത കൂലി. അതുകൊണ്ട് മനുഷ്യന്മാർ ദോഷാക്കി കൊണ്ട് എല്ലാം അങ്ങനെ കൽബ് എന്തായി തുക്ക് പിടിച്ച് പോയിട്ട് അങ്ങനെ കൽബ് എല്ലാം കല പിടിച്ച് പോയിട്ട് ആ കല ഇല്ലാണ്ട് ആ കൂലിൽ മറന്നെന്തോ ഏതുപോലെ ഇരുമ്പ് തുക്ക് പിടിച്ചിട്ടെങ്കിൽ എന്താവണു ഇരുമ്പ് തുപ്പ് പിടിക്കട്ടെ. അതിനെന്താ തീക്കിട്ടിട്ടാവണു കുലുമേൽ റെഡിയാക്കണം. അതേപോലെ മനുഷ്യന്മാരെ കൽബും തുക്ക് പിടിക്കരുത്. അത് നിവാരണമാക്കുക. ഒന്ന് ആ മൗത്തിന് നെനപ്പാക്കണം. പിന്നൊന്ന് പരിശുദ്ധ ഖുർആൻ ഓതണം. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് എല്ലാ കലങ്ങ ഇല്ലാണ്ടാവണം. അതുകൊണ്ട് രോഗശമനത്തിന് നല്ല ഏറ്റവും വലിയ ഔഷധി പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അള്ളാഹ് മനുഷ്യന്മാരാക്കട്ടെ ആരാധന വെച്ച് ഏറ്റവും നല്ലത് ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതരുത് റൂഢിയാക്കണത്.
അങ്ങ് കൂടെ ആഖിറത്തിൽ നല്ല ഗ്രേറ്റസ്റ്റ് വലിയ ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ഖുർആനിന് ഓതുന്നത് ദിക്കറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ. ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർ നമുക്ക് ആവശ്യമായത് അള്ളോട് കേൾക്കോ ടൈമില്ലാണ്ടിട്ട് അങ്ങ് കേൾക്കാത്തതല്ല അള്ള കൊടുക്കാം. കേൾക്കാത്തതല്ല അള്ള കൊടുക്കും. എന്തെങ്കിൽ ഖുർആൻ ഓതുമ്പോഴത്തും അങ്ങ് ദുആർ കൊണ്ടില്ല. അങ്ങ് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അള്ളാഹു കൊടുക്കടാ. അതുകൊണ്ട് ഖുർആൻ അങ്ങ് ധാരാളം ഓതണം. ഖുർആൻ ഒരു ഐശ്വര്യ ആർക്കും പരിശുദ്ധ പിന്നെ ഭൂമിയിൽ ഐശ്വര്യ ആവശ്യമുണ്ട്. അങ്ങ് ഖുർആൻ ധാരാളം ഓതിട്ട് ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർക്ക് എപ്പം മലക്കുകളെ കാവലുണ്ട്. അതിനും പ്രത്യേകമായി ഉറങ്ങുമ്പോൾ ടൈമിൽ ഏതെങ്കിലും സൂറത്ത് ആയത്ത ഓതി ഉറങ്ങിയിട്ട് അതിന് ആയത്തിൽ കുറിച്ച് അടക്കം സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ എല്ലാം ഓതി ഉറങ്ങണമെങ്കിൽ വിശേഷ കാവലൊക്കെ ആർക്ക് അങ്ങ്. അതുകൊണ്ട് ഖുർആൻ പാരായണ ഖുർആൻ ഓതുന്നത് ആഖിറത്തിൽ അർശത്താണ് കൂടി ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർക്കിട്ട്. കാരണം ഖുർആൻ ഓതുന്നത് അള്ളാഹുടെ അഹലുകാർ കുടുംബക്കാർ എന്ന് അള്ളാഹു ചന്ദ്ര അങ്ങ് നിലക്കും എന്നില്ല ഹലാക്കില്ല. ഹലാക്കിന്നില്ല അങ്ങ് മുസീബത്ത് കൊണ്ട് ബാരിക്കൊണ്ടേ. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതുക അൽക്ക പണ്ടില്ലാണ്ടിത് ഓതുമ്പോൾ ഏത് സുഹൃത്ത് പണ്ട് സുഹൃത്തിൽ ഇഖ്ലാസ് 3 വട്ടം ഓതുന്നവർ ഖത ഓതി കൊലി കിട്ടാല്ലേ. അതുകൊണ്ട് അത് ഓതുകൂ 4 വട്ടം ആയത്തിൽ ഓതുന്നവർ ഖത ഓതി കൊലി കിട്ടും. അങ്ങനെയല്ല കൊണ്ട് ധാരാളം ഖുർആൻ ഓതുക അവൻ കാരണത് ഞങ്ങളെ ജിന്ദഗി ഞങ്ങളെ ആയുസ് ഞങ്ങളത് ഗൈഡത് ഗൈഡ് ആ ഖുർആൻ ചെന്ന പോലെ ഞങ്ങൾ ഇക്കണം കൈയുടെ പരമാവധി. ഉറങ്ങുമ്പോൾ അൽഹാക്കും തകാസർ ഓർമ്മട്ട ഓതിട്ട് 1000 ആയത്ത് ഓതി കൂലി നബി ചെന്നു. നിങ്ങൾ 1000 ആയത്ത് ഓതാണ്ട ഉറങ്ങണ്ട. അപ്പോൾ ആ സ്വഹാബികളിട്ട് 1000 ആയത്ത് ഓതുന്നു. എപ്പോൾ നബിയെ എന്തൊക്കെയാണ് ഉറങ്ങുമ്പോൾ എങ്ങനെ ഓതുറോ സൂറത്ത് തക്കാസുറു അൽഹാക്കും തക്കാസുറു ഓർമ്മട്ട ഓതുറു. നിങ്ങൾ 1000 ആയത്ത് ഓതിന് കൂലി നിങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഈ ചെറിയ സൂറത്തെല്ലാം ധാരാളം ഓതും. 4 സുന്നത്തായ സൂറത്തുകളുണ്ടല്ലേ. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസീൻ, സൂറത്ത് ദുഖാൻ അതെല്ലാം 4 ആദ്യത്താക്കിത്തെങ്കിൽ 4 ഓതുകാടും. അതുകൊണ്ട് ധാരാളം എല്ലാ പരിശുദ്ധ ഖുർആൻ 4 ഒറ്റെല്ലാം ഓതണം. സ്വാലിഹിങ് ആവുക. ಅದಕ್ಕೆಂದಾಗಣು ಇಪ್ಪ ರಮಲಾನಲ್ಲಿ ಧಾರಾಳ ಓದುಗಳೆಲ್ಲ ಪ್ರಯತ್ನಗಳು ಕೈಬಿಡ ಪರಮಾವಧಿ എങ്ങനെ ആവാത്തങ്ങ പഠിച്ചാൽ ഞങ്ങൾ ഓതുകയില്ലല്ലേ എന്നുള്ള ബേജാരങ്ങൾ ഞങ്ങളെ കൽബിൽ അടിവരിച്ചില്ലെങ്കിൽ അള്ളാഹു എന്താക്കട ആർക്കും ഓതുകാവില്ല. ഓതുക ഞങ്ങൾ ഏതാ കാരണം കൊണ്ടങ്ങ് ആയില്ല ആയില്ല ಅಂಟಿದ್ದಲ್ಲಿ ಹಂಗೆ ಬೇಜಾರುಂಡು ಹಂಗಲ್ಲ ಒಂದು ಕಲ್ಬು ಜಂತು ಅಲ್ಲಾಹ್ ನಂಗೆ ಇರ್ತಾರೆ ಪರಿಶುದ್ಧ ಕುರಾನ್ ಇರ್ತಾರೆ മഹാന്മാർ അള്ളാഹ് ഷാഫി ഇമാം റളിയല്ലാഹു 4 ജണ്ടപ്പെട്ട് ഓതിയിട്ട് സുബ്ഹാനല്ലാഹ്. അതുപോലത്തെ ഒരുപാട് മഹാന്മാർ എത്ര ആൾ സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ അങ്ങ് ധാരാളം ഓതി ആറ് പഠിച്ചു അങ്ങനെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് നമുക്ക് നീ ഓതും നീ ഭാഗ്യം ഉണ്ടാക്കുക അള്ളാഹ് അങ്ങനെ ഹക്ക് ജാഹ് അങ്ങനെ കശു കറാമത്ത് കൊണ്ട് പഠിച്ചവനെ നമുക്ക് നീ കൈവിടെ പരമാവധി ഒരു 2 ഖത്തെങ്കിലും ഓതൊക്കെ പഠിച്ചാണ് നിൻ്റെ മഹാദാഫുണ്ട് അതാക്ക് റഹ്മാനെ അവതാക്ക് അള്ളാഹ് നീ അവതാക്ക് റഹ്മാനെ ഞങ്ങളെല്ലാം ഓതാത്ത പാർട്ടി ഞങ്ങളെല്ലാം എപ്പോൾ നോക്കിയാൽ പല ബാക്കിയൊന്നും എല്ലാ മുസീബത്തും ഞങ്ങൾക്കുണ്ട്. അള്ളാഹ് ഇഷ്ടമായത് കൊണ്ട് അതെല്ലാം ഇല്ലാണ്ടാവുകയുള്ള വലിയ ഭാഗ്യ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ പ്രദാനം ചെയ്തുകൊണ്ട് കനിഷ്ഠ ഒരു 2 ഖത്തെങ്കിലും ഓതവും നീ അവതാക്ക് അള്ളാഹ് بحق سيدنا مصطفى محمد وآل سيدنا مصطفى محمد وأولاد سيدنا مصطفى محمد وأصغار سيدنا مصطفى محمد وأنصار سيدنا مصطفى محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.